ടു ദ നേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഓയിൽ പാം അതുപോലെ തന്നെ ഹോമിയോ നേഴ്സിൻ്റെ ആൻസർ കീ നമ്മുടെ സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ കീ അറിയാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വരുന്ന നാളെയുള്ള JPHN എക്സാമിന് വേണ്ടിയും ഈ ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾ പോവുക കേട്ടോ. So increase in RBC count is called, option A ആണ് കറക്റ്റ് ആൻസർ. പോളിസൈത്തീമിയ ആണ് കറക്റ്റ് ആൻസർ. ഇൻക്രീസ് ഇൻ RBC count is called പോളിസൈത്തീമിയ. ഇനി ഓപ്ഷൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2, പാർട്സ് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇൻക്ലൂഡ്സ് ഓൾ ഓഫ് ദ ഫോളോവിങ് എക്സെപ്റ്റ് കൊളോൺ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി ഓപ്ഷൻ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലൈറ്റ് റിസപ്റ്റർ സെൽ ഓഫ് ദ ഐ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കോൺസ് ആണ് കേട്ടോ. കോൺസ് ആണ് കറക്റ്റ് ആൻസർ. ലൈറ്റ് റിസപ്റ്റർ സെൽ ഓഫ് ദ ഐ നമ്മുടെ കോൺസ് ആണ്. ഇനി നമുക്ക് താഴോട്ട് കുറച്ച് സ്ക്രോൾ ചെയ്യാം. ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഫലോപ്പിയൻ ട്യൂബ്? എല്ലാവർക്കും ശരി ഉത്തരമായിരിക്കും. ഓപ്ഷൻ ഡി ആണ്, ആംബുള്ളയാണ് കേട്ടോ. ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ വിച്ച് പാർട്ട് ഓഫ് ദ ഫലോപ്പിയൻ ട്യൂബ്? ആംബുള്ളയാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് എ പാർട്ട് ഓഫ് ഹിപ്പ് ബോൺ? ഹിപ്പ് ബോണിൻ്റെ പാർട്ട് ഏതാണ്? പ്യൂബിസും കൂടെ അല്ലേ പാർട്ട് വരുന്നത്? പ്യൂബിസ് ആണ്. പ്യൂബിസും കൂടിയാണ് അതിൻ്റെ പാർട്ടായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ പോസ്റ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി ആണ്, ഓക്സിറ്റോസിൻ ആണ്. ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ പോസ്റ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഏതാണ്? ഓക്സിറ്റോസിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഡെവലപ്ഡ് ദ ഫസ്റ്റ് വാക്സിൻ ഓഫ് ദ വേൾഡ്? ദ സ്മോൾ പോക്സ് വാക്സിൻ ആരാണ് കണ്ടുപിടിച്ചത്? സ്മോൾ പോക്സ് വാക്സിൻ എഡ്വേർഡ് ജെന്നർ ആണ് അല്ലേ? എഡ്വേർഡ് ജെന്നർ ആണ് കണ്ടുപിടിച്ചത്. ഇനിയിപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് സ്പൈറോക്കേറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. സ്പൈറോക്കേറ്റ്സിനെ കുറിച്ച് കറക്റ്റായിട്ട് വന്നിരിക്കുന്ന ഏതാണ്? ഇവിടെ only 1 and 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾ പോസ് ചെയ്തൊന്ന് വായിക്കുക കേട്ടോ. അയോട്രോജനിക് ഇൻഫെക്ഷൻ അല്ലേ, നമ്മളൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. അയോട്രോജനിക് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ്, ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ടിങ് ഫ്രം ഇൻവെസ്റ്റിഗേറ്റീവ് തെറാപ്യൂട്ടിക് ആൻഡ് ഓർ അതർ പർപ്പസ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് കൾച്ചർ മീഡിയം? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്, only 1, 2 and 4 ആണ്. only 1, 2 and ഓപ്ഷൻ സി ആണ്, only 1, 2 and 4 is the correct answer. ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണ് അല്ലേ? ദ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു അഡാപ്റ്റ് സക്സസ്ഫുള്ളി ടു ഹിസ് എൻവയോൺമെൻറ്റ് ഈസ് കോൾഡ്, വാട്ട് ഈസ് ദാറ്റ്? ഇൻ്റലിജൻസ് ആണ് അല്ലേ? ഇൻ്റലിജൻസ് ആണ്. 11 ഡി ആണ്, ഇൻ്റലിജൻസ് ആണ്. ഓപ്ഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് പോസ് ചെയ്ത് വായിക്കുക. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. 12ാമത്തെ ആൻസർ സി ആണ് കേട്ടോ, പ്രൊജക്ഷൻ ആണ്. ബ്ലെയിം അല്ലേ? ബ്ലെയിം ചെയ്യുന്നത് പ്രൊജക്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, among the following which is not a theory of personality? ഡി ആണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി is not a theory of personality. The outward expression of a person's inner thoughts and feeling is called, what is that? ഓപ്ഷൻ സി, ബിഹേവിയർ ആണ് കേട്ടോ. ഓപ്ഷൻ സി 14 സി ബിഹേവിയർ ആണ്. Which of the following is not an external factor of attention? It's not an external factor of attention. Option A ആണ്, ഇമോഷൻ ഇസ് നോട്ട് ആൻ എക്സ്റ്റേണൽ ഫാക്ടർ ഓഫ് അറ്റൻഷൻ. ഇനി ഞാൻ അങ്ങോട്ട് ജസ്റ്റ് ആൻസർ മാത്രം ഒന്ന് ടിക്കിട്ട് പോകുന്നേ ഉള്ളൂ, നിങ്ങൾ നോക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ 16 കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി ആണ്, ഇഡ് ആണ് കേട്ടോ. പേഷ്യൻ്റ് ഓൺ ഡയറ്ററി റെസ്ട്രിക്ഷൻ ഫേവറേറ്റ് ഡിഷ് കണ്ടു അല്ലേ, അപ്പോൾ സഡൻലി ഈറ്റ്സ് എ ലാർജർ പോർഷൻ, ദാറ്റ് ഈസ് പ്ലഷർ പ്രിൻസിപ്പിൾ അല്ലേ, ഇഡാണ്.
ഇനി വിച്ച് ആസ്പെക്ട് ഓഫ് ദ ഫാമിലി സൈക്കിൾ എംഫസൈസ് ദ ഡിപ്പാർച്ചർ ഓഫ് ഗ്രോൺ ചിൽഡ്രൻ ഫ്രം ദ പാരന്റൽ ഹോം ആൻഡ് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ടു ദ ഫാമിലി യൂണിറ്റ് ടു ആൻ എം ഡി നെസ്റ്റ് സെനാരിയോ. എം ഡി നെസ്റ്റ് സെനാരിയോ എപ്പോഴാണ് പോകുന്നത്? ലോഞ്ചിങ് സ്റ്റേജാണ് കേട്ടോ. ഇനി ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, നിങ്ങൾ നോക്കുക. ഞാൻ അതിൻ്റെ ആൻസർ കീ മാത്രം ഒന്ന് ടിക്ക് ചെയ്ത് പോകുന്നേ ഉള്ളൂ. കാരണം ഒരുപാട് വലിയ ഓപ്ഷൻ ബി 18 ഓപ്ഷൻ ബി, 19 ഓപ്ഷൻ ഡി, 19 ഓപ്ഷൻ ഡി, ഇരുപത് എത്രയാണ്? ഓപ്ഷൻ സി, എക്സോഗാമിയാണ്. 20 ഓപ്ഷൻ സി, 21 ഓപ്ഷൻ സി, ആൾട്രൂയിസം കേട്ടോ. തെറ്റുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഈ ഒരു സൈറ്റിൽ വന്ന കാര്യം പെട്ടെന്ന് തന്നെ ഒന്ന് നിങ്ങളിലേക്ക് വേണ്ടി ഒന്ന് ചെയ്തു തരുന്നേ ഉള്ളൂ. നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് കേട്ടോ, ചെക്ക് ചെയ്യുക. 22 ഓപ്ഷൻ എ, അത് പ്രായമുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫേസ് ടു ഫേസ് ആണ് അല്ലേ. 23 ഓപ്ഷൻ സി ബ്ലാക്ക് ആണ്. ഓപ്ഷൻ സി ബ്ലാക്ക് കളറാണ്. 24 ഓപ്ഷൻ എത്രയാണ്? 24 ഓപ്ഷൻ ഡി ആണ്. 24 ഓപ്ഷൻ ഡി ആണ്. 25 ഏതാണ്? ഓപ്ഷൻ സി ആണ്. 25 ഓപ്ഷൻ സി ആണ്. 25 ഓപ്ഷൻ സി ആണ്. 26 ഓപ്ഷൻ ഡി ആണ്. 26 ഓപ്ഷൻ ഡി ആണ്. 27 ഓപ്ഷൻ എ ആണ് കേട്ടോ, ഗ്ലിസറിൻ ആണ്. ഓസ്മോട്ടിക് ലാക്സേറ്റീവ്സ് ഏതാണ്? ഗ്ലിസറിൻ ആണ്. 28 ഓപ്ഷൻ ബി ആണ്. 28 ഓപ്ഷൻ ബി ആണ്. ഇനി 29 ചെസ്റ്റ് ഫിസിയോതെറാപ്പി ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. 30 എ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. 30 അണ്ടർ പ്രഷർ അല്ലേ. പ്രഷർ ഏതാണ്? ഓട്ടോക്ലേവിങ് അല്ലേ. ഓട്ടോക്ലേവിങ് ആണ് കറക്റ്റ് ആൻസർ. മുപ്പത്തൊന്ന് ഓപ്ഷൻ ബി ആണ്. 32 ഓപ്ഷൻ ബി ആണ്. 33 ഓപ്ഷൻ എ ആണ്. 34 ഓപ്ഷൻ സി. 34 ഓപ്ഷൻ സി ആണ് കേട്ടോ. 35 ഓപ്ഷൻ ബി ആണ്. 36 ഓപ്ഷൻ ഡി ആണ്. 36 ഓപ്ഷൻ ഡി ആണ്. 37 ഓപ്ഷൻ എ ആണ്. 38 38
38 ഓപ്ഷൻ ബി ആണ്. 39 ഓപ്ഷൻ സി ആണ്. 40 ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓക്കെ, നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാനത് 41 ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഞാനിവിടെ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. 41 ഓപ്ഷൻ ഡി ആണ്. അത് മാറുമ്പോൾ നമുക്ക് തിരിച്ചിങ്ങനെ വരും. 42 ഓപ്ഷൻ എ ആണ്. 42 ഓപ്ഷൻ എ ആണ്. ാ ഓപ്ഷൻ ബി ആണ്. സുപ്പീരിയർ വീന കാവ സിൻഡ്രോം ആണ്. 44 ഓപ്ഷൻ സി. 44 ഓപ്ഷൻ സി ആണ്. 45 ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഏജിങ്, ഓൾഡ് ഏജിൽ ഓപ്ഷൻ ഡി ആണ്. ാ ഓപ്ഷൻ ബി. 47 ഓപ്ഷൻ എ. 48 ഓപ്ഷൻ എ. 49 ഓപ്ഷൻ സി. 4 നോക്കിയില്ലേ? ഇനി 50 ആണ് നോക്കുന്നത്. 50 ഓപ്ഷൻ ഡി, അട്രോപ്പിൻ ആണ് കേട്ടോ. 50 ഓപ്ഷൻ ഡി ആണ്. 51 ഓപ്ഷൻ സി. 51 ഓപ്ഷൻ സി. 52 ഓപ്ഷൻ എ. 53 ഓപ്ഷൻ സി. 54 ഓപ്ഷൻ എ. ഓക്കെ, അത് നോക്കിയില്ലേ? 54 ഓപ്ഷൻ എ. ഒന്ന് പോസ് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ വലുതായിട്ട് പോകണ്ടെന്ന് വെച്ചിട്ടാണ്. 55 ഓപ്ഷൻ ബി. ആൾട്രേഷൻ ഇൻ ദ ബ്രെയിൻ ലെവൽ ഓഫ് സെറോട്ടോണിൻ അല്ലേ. 56 ഓപ്ഷൻ സി. 57 ഓപ്ഷൻ ബി. 58 ഓപ്ഷൻ ഡി. 59 ഓപ്ഷൻ ബി. 60 ഓപ്ഷൻ ബി. 61 ഇൻഫൻസി എന്നാണ് സോളിറ്ററി പ്ലേ അല്ലേ. 61 ഓപ്ഷൻ സി. 62 ഓപ്ഷൻ ബി. 63 ഓപ്ഷൻ ബി. 64 ഓപ്ഷൻ സി. 65 ഓപ്ഷൻ ബി. 66 ഓപ്ഷൻ എ 2 to 8 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. 67 ഓപ്ഷൻ എ. 68 ഓപ്ഷൻ എ. 69 ഓപ്ഷൻ എ. 70 ഓപ്ഷൻ ബി. 71 ഓപ്ഷൻ ബി. 72 ഓപ്ഷൻ എ. 73
ഓപ്ഷൻ സി. 74 ഓപ്ഷൻ എ. 75 ഓപ്ഷൻ ഡി. 4 നോക്കിയില്ലേ? ചിലപ്പോൾ എന്തെങ്കിലും തെറ്റ് വരാം. അപ്പം ഫൈനൽ എക്സാം വരുമ്പോൾ ഫൈനൽ ഇത് വരുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആകും. 76 ഓപ്ഷൻ ബി. ഇനി 77 ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് 77 ഓപ്ഷൻ ഡി. 78 ഓപ്ഷൻ സി ബിഷപ്പ് സ്കോർ. ഇനി 79 ഓപ്ഷൻ എ. 80 ഓപ്ഷൻ സി. 81 ഓപ്ഷൻ ഡി. 82 ഓപ്ഷൻ ഡി. 83 ഓപ്ഷൻ ബി ആണ്. 83 ഓപ്ഷൻ ബി. 84 ക്വസ്റ്റ്യൻ ഇൻഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്? 84 ഓപ്ഷൻ എ 1 and 2. 85 ഓപ്ഷൻ സി. 86 ഓപ്ഷൻ സി. 87 ഓപ്ഷൻ ബി. 88 റിസർച്ചിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 88 ഓപ്ഷൻ സി. 89 ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഈസ് പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ്. ഏതാണ്? 89 ഓപ്ഷൻ എ. 90 ഓപ്ഷൻ എ. 91 ഓപ്ഷൻ ഡി. 92 ഓപ്ഷൻ സി. 93 ഓപ്ഷൻ ബി. 94 ഓപ്ഷൻ എ. 95 ഓപ്ഷൻ ബി. 96 ഓപ്ഷൻ ഡി. 97 ഓപ്ഷൻ ബി. 98 ഓപ്ഷൻ ഡി. 2 ഉള്ളൂ. 99 ഓപ്ഷൻ സി. 100 ഓപ്ഷൻ ബി. ഇത് ഞാൻ ജസ്റ്റ് ആ ഒരു ആൻസർക്ക് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തെല്ലാം ഒന്ന് വായിച്ചിട്ട് നാളെ എക്സാമിന് പോകുന്നതിന് പ്രത്യേകിച്ച് എല്ലാം ഒന്ന് വായിച്ചിട്ട് പോവുക. ഏത് എക്സാമിനും കേരള PSCയുടെ എയിംസിൻ്റെ ഒക്കെ എക്സാമിന് പോകുന്നവർ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് നോക്കിയിട്ട് പോവുക. DHSൻ്റെ ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, ലോങ് ടൈം ബാച്ച്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും ക്ലാസ്സുകളുടെ വിവരം അറിയുന്നതിന് വേണ്ടി ഈ നമ്പറിൽ എനിക്കൊന്ന് കോൺടാക്ട് ചെയ്യുക.